ഹലോ ഫ്രണ്ട്സ്, ഇത് ഇന്നലത്തെ നമ്മുടെ ഡീപ്പ് ക്ലീനിങ് വീഡിയോയുടെ ബാക്കി സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇത് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് തെർമോക്കോളിൻ്റെ ബോളുകൾ. ഞാൻ റൂം വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു. കൊട്ടയും പെട്ടിയും കുറേ കവറും വേസ്റ്റൊക്കെ പെറുക്കി കവറിലിട്ടിട്ട് എന്നിട്ടാണ് ഞാൻ ഫുൾ അടിച്ചു വാരി വൃത്തിയാക്കിയത്. പിന്നെ തലോണയും ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം ഞാൻ റൂമിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് ഒരു കസാരയിൽ കൊണ്ടുവച്ചു. പൊടിയൊന്നും അതിൽ പിടിക്കണ്ടെന്ന് വെച്ചിട്ട് എന്നിട്ടാണ് റൂമൊക്കെ വൃത്തിയാക്കിയത്. റൂം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഹാളിലേക്ക് കടന്നു. ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് വരികയാണ്. അപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടാണ് പിന്നെ അടിച്ചു വാരാൻ നടന്നത്. അടിച്ചു വാരുമ്പോൾ കൂടെ തന്നെ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും പേപ്പർ കഷ്ണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ സാധനം ബില്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടാത്ത അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. പിന്നെ നമ്മുടെ സോഫയൊക്കെ ഞാൻ സോഫയുടെ കവറൊക്കെ എടുത്ത് പൊടി തട്ടി മാറ്റി നല്ലോണം തട്ടി വൃത്തിയാക്കിയിട്ട് വീണ്ടും അതുമ്മേ തന്നെ വിരിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ജനലൊക്കെ തുണി നനച്ച് തുടയ്ക്കാനാണ് നോക്കിയത്. കുറേ നാളായിട്ടുണ്ടായിരുന്നു അതും തുടയ്ക്കാത്ത. അപ്പോൾ പൊടിയൊക്കെ തട്ടിയ സ്ഥിതിക്ക് അതൊന്ന് തുടച്ചും കൂടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തുടച്ച് ജനലുകളൊക്കെ ഓരോ റൂമിലെയും എല്ലാ ജനലും തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഹാളിലെയും തുടച്ചു. അങ്ങനെയുള്ള പണിയെടുക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് കഴിച്ചാൽ വലിയൊരു സമാധാനമാണ്. എനിക്കിങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മക്കൾ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചായ വെച്ച് കൊടുത്തു. അതിൻ്റെ കൂടെ ഞാനും ഒരു ചായയും ബന്നും കഴിച്ചു. പിന്നെ ഞാൻ നേരെ തുടയ്ക്കാനാണ് നിന്നത് കേട്ടോ. അതുവരെയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തുടച്ച് വൃത്തിയാക്കി. എല്ലോടും തുടച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു 5 മണിയായി കേട്ടോ. ഇതൊരു 11 മണി മുതൽ ഞാൻ തുടങ്ങിയ പണിയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ മാറ്റുമ്പോൾ മക്കളും എൻ്റെ കൂടെ സഹായിക്കുന്നുണ്ടായിരുന്നു. അത് വിരിക്കി മറ്റേ ബെഡ്ഷീറ്റ് മതി എന്നൊക്കെ പറഞ്ഞിട്ട്. വീഡിയോ എടുക്കാൻ ഒരാളുണ്ട്, വിരിക്കാൻ കൂടാനും വേറൊരാളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അച്ചുവാണ് കേട്ടോ തലോണയ്ക്ക് കവറൊക്കെ ഇട്ടിട്ട് എന്നെ സഹായിച്ചത്. 2 റൂമും വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് നല്ലൊരു സമാധാനവും സന്തോഷവും തോന്നി. ഇങ്ങനെ വെറുതെ മടി പിടിച്ചിരിക്കുമ്പോൾ ഇതുപോലത്തെ പണിയൊക്കെ ചെയ്താൽ എന്താണെന്നില്ലാത്ത നല്ലൊരു ഉഷാറും ആവും ചെയ്യും. നമ്മുടെ വീട് നന്നായി വൃത്തിയാവും ചെയ്യും. ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞപ്പോൾ അച്ചുകുട്ടി അതിലൊന്ന് വന്ന് കിടക്കും ചെയ്തു കേട്ടോ. ബെഡ്ഷീറ്റ് എല്ലാം വിരിക്കലും എല്ലാം പില്ലോയ്ക്ക് കവറിടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുക ചെയ്തത്. അപ്പോൾ അത്രയും സമയം ഉണ്ടായിരുന്നു എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ്